നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധം. LDFന്റെ നിയോജക മണ്ഡലം ധർണ. കോട്ടയം ജില്ലയിൽ പ്രതിഷേധം ഉയർന്നത് 9 കേന്ദ്രങ്ങളിൽ. കോട്ടയത്ത് വൃദ്ധയുടെ മാല പൊട്ടിച്ചു കടന്ന പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി. പിടിയിലായത് കോട്ടയം സ്വദേശി അരുൺ ബാബു. കുത്തേറ്റ സിവിൽ പോലീസ് ഓഫീസർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. എലിക്കുളം പൊന്നൊഴുകും തോട് നവീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ. സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ പാലായിൽ പ്രവർത്തനം തുടങ്ങി. പദ്ധതി ആവിഷ്കരിച്ചത് കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാട്ടുന്നുവെന്നാരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ 9 കേന്ദ്രങ്ങളിൽ ധർണ നടന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ LDFന്റെ നിയോജക മണ്ഡലം ധർണകൾ സംസ്ഥാന വ്യാപകമായി നടന്നു. കോട്ടയം ജില്ലയിൽ 9 കേന്ദ്രങ്ങളിലായിരുന്നു മാർച്ചും തുടർന്ന് ധർണയും. പ്രകൃതി ദുരന്തം നേരിട്ട വയനാടിന്റെ പുനരധിവാസത്തിന് ഫണ്ട് അനുവദിക്കാതെയും ആശാവർക്കർമാർക്ക് കേന്ദ്രവിഹിതം നൽകാതെയും കേരളത്തോട് അവഗണന തുടരുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണർകാട് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ചും ധർണയും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നീതി ആയോഗിന്റെ പഠനത്തിൽ സൂചകങ്ങൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് KM രാധാകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുണ്ട്. അവര് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം പഠനം നടത്തുന്നത്. ആ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് വക്താക്കളായ IAS ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ കുറിച്ച് വ്യത്യസ്ത കാര്യങ്ങളിൽ പഠനം നടത്താൻ തീരുമാനിച്ചു. ആ പഠനത്തിൽ 18 ഇന മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചു. ആ സൂചകങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ എങ്ങനെ പോകുന്നു അവർ പരിശോധിച്ചു. അത് പരിശോധിച്ചപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരിക്കുന്നു. എല്ലാ സൂചകങ്ങളിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്നു എന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളല്ല പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റാ പറഞ്ഞത്, നരേന്ദ്രമോദിയാ പറഞ്ഞത്. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് ചാമക്കാല, പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് P. വർഗീസ്, അയർക്കുന്നം ഏരിയ സെക്രട്ടറി PM ബിനു, പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. പൊൻകുന്നത്ത് BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. ഇതിന്റെ ഭാഗമായി LDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ധർണ പൊൻകുന്നം BSNL ഓഫീസിന് മുന്നിലാണ് നടന്നത്. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് നിരന്തരമായി അവഗണന തുടരുന്ന കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കി കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് VB ബിനു പറഞ്ഞു. ഇവിടെ സംസ്ഥാന തീരുമാനിക്കേണ്ടത് ഭരണഘടനയിൽ പറഞ്ഞ കാര്യത്തിൽ അവരിടപെടുന്നു. നമുക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. ഒരു രാജ്യം ഒരു നികുതി അവർ GST നടപ്പിലാക്കിയപ്പോ നമ്മുടെ ബഡ്ജറ്റിന് പോലും പ്രസക്തിയില്ല. കാശ് മുഴുവൻ അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കേന്ദ്ര സർക്കാർ നികുതിയുടെ പേരിൽ. പക്ഷെ അതിന് അർഹതപ്പെട്ടത് നമുക്ക് തരണ്ടേ? നമ്മുടെ പാവപ്പെട്ടവന് കൊടുക്കുന്ന പെൻഷൻ എങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ? നമ്മുടെ കേരളം പോലെ സംസ്ഥാനത്തെ എങ്ങനെ ഞെരുക്കാം? സാമ്പത്തികമായി ഞെരുക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തകർക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യത്ത്, ഈ കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനത്തിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവന്ന എല്ലാ തൊഴിലാളി ക്ഷേമ പദ്ധതികളും തകർക്കണം. അവർ നമ്മുടെ പെൻഷൻ പദ്ധതികൾ തകർക്കണം. ഇപ്പൊ ആശാ വർക്കേഴ്സിന്റെ സമരം. ആശാ വർക്കേഴ്സിന് കാശ് കൊടുക്കണമെന്നല്ല നമ്മുടെ ആദ്യ തീരുമാനം. നല്ല കാശ് കൊടുക്കണം, മെച്ചപ്പെട്ട കാശ് കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ കേന്ദ്ര പദ്ധതിയാ 60% കേന്ദ്ര സർക്കാർ വരേണ്ട കാശ് 40% സംസ്ഥാനങ്ങൾ കൊടുക്കണമെന്നാണ്. എന്തേ 60% കാശ് തരുന്നില്ല? നിരന്തരമായി കേരളം ആവശ്യപ്പെടുന്നു, പക്ഷെ അതിനൊരു പരിഹാരവും കണ്ടുപിടിക്കാൻ അവർ തയ്യാറാകുന്നില്ല. LDF കൺവീനർ AM മാത്യു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗിരീഷ് നായർ, ഏരിയ സെക്രട്ടറി VG ലാൽ, ജില്ലാ കമ്മിറ്റി അംഗം ഷമീം അഹമ്മദ്, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് MA ഷാജി, DYFI ജില്ലാ സെക്രട്ടറി B സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ പാലായിൽ പ്രതിഷേധ റാലിയും പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണയും നടന്നു. KSRTC സ്റ്റാൻഡിന് സമീപത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. NCP ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാഡോർ അധ്യക്ഷനായി. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി തകർക്കുകയാണെന്ന് പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു. എല്ലാ തലത്തിലും എല്ലാ തരത്തിലും ഈ കേരള ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നയ സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത്. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. അത് വലിയ ദുരന്തമുണ്ടാകുമ്പോൾ പോലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട വയനാട്ടിലുണ്ടായ മുണ്ടക്കൈ ചൂരമ്പല പ്രദേശത്തുണ്ടായ നൂറുകണക്കിന് ആളുകൾ മരിച്ച, നൂറുകണക്കിന് ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ട, ആയിരക്കണക്കിന് ആളുകൾക്ക് പാർപ്പിടം നഷ്ടപ്പെട്ട വലിയ ദുരന്തത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. അതുപോലെ നമുക്ക് എല്ലാ അർത്ഥത്തിലും അവകാശപ്പെട്ട നികുതി വിഹിതം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല. ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാവുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കേന്ദ്ര ബഡ്ജറ്റ് വിഭാവനം ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഈ രാജ്യത്ത് 28 സംസ്ഥാനങ്ങൾക്കും 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതികമായും അല്ലാതെയുമൊക്കെ അർഹതപ്പെട്ട വിഹിതം പോലും സമയത്ത് നൽകാതെ ഈ കേരളത്തെ എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. കോട്ടയത്ത് വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിൽ കയറി മാല പൊട്ടിച്ചു കടന്ന പ്രതിയെ പിടികൂടുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റു. ഗാന്ധിനഗർ സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ സിനു ഗോപിക്കാണ് കുത്തേറ്റത്. കോട്ടയം പുല്ലരിക്കുന്ന് സ്വദേശി അരുൺ ബാബുവാണ് പ്രതി. ഇയാളെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിൽ കയറി മാല പൊട്ടിച്ചു കടന്ന പ്രതിയെ പിടികൂടുന്നതിനിടെ കോട്ടയത്ത് പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റു. ഗാന്ധിനഗർ സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ സുനു ഗോപിക്കാണ് കുത്തേറ്റത്. ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോട്ടയം പുല്ലരിക്കുന്ന് സ്വദേശി പാലക്കുഴി വീട്ടിൽ അരുൺ ബാബുവാണ് പ്രതി. ഈ മാസം 5-ാം തീയതിയാണ് കോട്ടയം മള്ളുശ്ശേരി ഭാഗത്ത് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ രാത്രിയിൽ അതിക്രമിച്ചു കടന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി 3 പവന്റെ മാലയും പണവും ഇയാൾ അപഹരിച്ചത്. ഗാന്ധിനഗർ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇന്നലെ വൈകുന്നേരം കോട്ടയം SH മൗണ്ട് ഭാഗത്ത് ഇയാളുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പിടികൂടാൻ പോയ ഗാന്ധിനഗർ SI അനുരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് നേരെ ഇയാൾ കത്തി വീശി. ഇയാളുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങിയ സമയം കയ്യിലുണ്ടായിരുന്ന മറ്റൊരു കത്തി കൊണ്ട് വീണ്ടും പോലീസ് സംഘത്തെ ഇയാൾ ആക്രമിച്ചു. തുടർന്ന് ബലമുപയോഗിച്ച് കീഴ്പ്പെടുത്തി കത്തി പിടിച്ചു വാങ്ങി. ഇതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം പോക്കറ്റിൽ ഒളിപ്പിച്ചിരുന്ന മറ്റൊരു കത്തി കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അരുൺ ബാബു 2024 പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിച്ചു വരവെ കാപ്പ നിയമം ലംഘിച്ചതിന് അറസ്റ്റിലായിരുന്നു. പ്രതിയെ മോഷണം നടന്ന കോട്ടയം മള്ളുശ്ശേരി ഭാഗത്തെ വീട്ടിലെത്തി തെളിവെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എലിക്കുളം പൊന്നൊഴുകുന്തോട് നവീകരണത്തിന് തുടക്കമായി. ആദ്യഘട്ടമായി 5 ലക്ഷം രൂപ അനുവദിച്ചു. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നെൽകൃഷി ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന കാപ്പുകയം പാടശേഖരത്തിന് വെള്ളം ലഭ്യമാക്കുന്ന പൊന്നൊഴുകും തോടിന്റെ വികസനത്തിന് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ തുടർ പദ്ധതി തയ്യാറായി. ആദ്യഘട്ടമായി 5 ലക്ഷം രൂപ അനുവദിച്ചതായി ബ്ലോക്ക് പ്രസിഡന്റ് ബെറ്റി റോയ് അറിയിച്ചു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷം സാമ്പത്തിക വർഷം കാപ്പുകയം പാടശേഖര വികസനത്തിനായിട്ട് നമ്മൾ 5 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാണ്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. കാപ്പുകയം പാടശേഖരത്തെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ എലിക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തരിശു ഭൂമിയായി കിടന്നിരുന്ന കൃഷിസ്ഥലം ഇന്ന് വിളവെടുക്കുന്ന ആ തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പൊന്നൊഴുകുന്തോട് നവീകരണ പദ്ധതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ആശ ജോസഫ്, സെൽവി വിൽസൺ, മാത്യൂസ് പെരുമനങ്ങാട്, ദീപ ശ്രീജേഷ്, കൃഷി ഓഫീസർ കെ പ്രവീൺ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയ്, പാടശേഖര സമിതി ഭാരവാഹികളായ ഔസേപ്പച്ചൻ ഞാറക്കൽ, ജസ്റ്റിൻ ജോർജ് മണ്ഡപത്തിൽ, MM മാത്യു മണ്ഡപത്തിൽ, ഷാജി കടുവതൂക്കൽ, TN കുട്ടപ്പൻ താന്നിക്കൽ, ചാക്കോച്ചൻ കുന്നത്തുപുരിയിടം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ പാലായിൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. കുടുംബശ്രീ മിഷനും സംസ്ഥാന ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം DYSP SP ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന സ്നേഹിത
പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെൻറ്റർ പാലായിലും പ്രവർത്തനം ആരംഭിച്ചു. പാലാ ഡിവൈഎസ്പി ഓഫീസിൽ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു കാലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരിക എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമല്ല, സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും മാനസികമായിട്ട് വളരെ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു. എന്നാൽ ഏതാണ്ട് 1/4 നൂറ്റാണ്ടായിട്ട് ജനമൈത്രി പോലീസിന്റെ ആരംഭത്തോടുകൂടി പോലീസ് സ്റ്റേഷൻ മറ്റെല്ലാ സർക്കാർ ഓഫീസുകളും പോലെ തന്നെ ഒരു ജനമൈത്രിയിലേക്ക് മാറ്റുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നത് നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷം പകരുന്ന ഒരു സംഗതിയാണ്. ഇന്ന് നാം പത്രദ്വാരയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ ദിവസേന കാണുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. സ്ത്രീകളുടെയും കൊച്ചുകളുടെയും പീഡനത്തിനിരയാകുന്ന വളരെയേറെ വ്യക്തികൾ നാം മനസ്സിലാക്കുന്നത് കാണുന്നുണ്ട്. അതിനെല്ലാം ഒരു അറുതി വരുത്തുവാൻ ഒരു പരിധിവരെ കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുൻ മുനിസിപ്പൽ ചെയർമാനും വാർഡ് കൗൺസിലറുമായ ആൻഡ്രോ ജോസ് പടിഞ്ഞാറക്കാര അധ്യക്ഷനായ യോഗത്തിൽ പാലാ ഡിവൈഎസ്പി കെ സദൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വരുന്ന ഒരാൾ നേരിട്ട് വരുമ്പോൾ അവരുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് എത്തുന്നത് അവരുടെ ആവശ്യം ഒരു പരാതിയാണെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ പരാതിയിൽ ഒരു പരിഹാരം കാണുക എന്നതാണ്. അത് പോലീസിന്റെ ഡ്യൂട്ടി ആയിട്ടങ്ങ് തീരും. പക്ഷേ ആ പരാതിയുമായി എത്തുന്ന ആ ആൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്നും അവരെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പോക്സോ ആക്ടിൽ സർവൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ ഒരു വിക്ടിം ലൈസൺ ഓഫീസർ അല്ലെങ്കിൽ അത് ഉണ്ട്. പക്ഷെ അവര് കുട്ടിയെ കൂടെ വിളിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളെ വിളിച്ച് അവരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ അവർക്കൊരു ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ കൗൺസിലിംഗ് ആണ് ശരിക്കും ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഈ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള കേസുകളാണ്. അപ്പൊ അത് കൗൺസിലിംഗ് ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള പരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു മനസ്സിലോട്ട് അവരുടെ നോർമൽ ലൈഫിലോട്ട് എത്തുന്നതിനുള്ള ഒരു മാനസികാവസ്ഥ എത്തുക എന്നുള്ളതാണ്. അത് കൗൺസിലിംഗ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. എസ്എച്ച്മാരായ പ്രിൻസ് ജോസഫ്, മുകേഷ്, ശ്യാം, CDS ചെയർപേഴ്സൺ ശ്രീലത ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ കുംഭപൂര മഹോത്സവത്തിന് കൊടിയിറങ്ങി. സമാപനത്തോടനുബന്ധിച്ച് നടന്ന ആറാട്ടിൽ 100കണക്കിന് ഭക്തർ പങ്കുചേർന്നു. അഭീഷ്ടവരദായിനിയായ പാമ്പാടി ചെറുവള്ളിക്കാവിൽ ശ്രീദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് നടന്ന തിരുവാറാട്ടും ആറാട്ട് ഘോഷയാത്രയും അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമായി മാറി. വൈകിട്ട് ആറാട്ടുബലിക്ക് ശേഷം ആറാട്ട് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ദേവി പോത്തൻപുറം മഞ്ഞാമാക്കലെ ആറാട്ടുകടവിലെത്തി. തുടർന്ന് തിരുവാറാട്ട് നടന്നു. ആറാട്ടുകടവിൽ ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കാനും നിരവധി ഭക്തരെത്തി. അതിനുശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവി ആലാമ്പള്ളി കവലയിലേക്ക് പുറപ്പെട്ടു. ഇവിടെ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ദേവി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി.
ആറാട്ട് ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിലെല്ലാം ഭക്തർ ദീപാലങ്കാരത്തോടെ ദേവിയെ സ്വീകരിച്ചു. സർവാലങ്കാര വിഭൂഷിതയായ ദേവിയെ കണ്ടുതൊഴാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. തുടർന്ന് തിരുമുൻപിൽ അൻപലി, പറ, നാണയപ്പറ എന്നീ വഴിപാടുകൾ നടന്നു. പാമ്പാടി സോമസുന്ദരവും സംഘവും അവതരിപ്പിച്ച നാദസ്വരവും കലാമണ്ഡലം പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും ആറാട്ട് എതിരേൽപ്പ് ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. തുടർന്ന് കൊടിയിറക്കി. ആകാശവിസ്മയവും കണ്ട് ഭക്തർ അടുത്ത ഉത്സവ നാളുകളുടെ വരവിനായി വീടുകളിലേക്ക് മടങ്ങി. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ദേവിയുടെ തിരുവാറാട്ട് ചടങ്ങിൽ ആദ്യാവസാനം പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാലാ നഗരസഭ ആരോഗ്യ വിഭാഗം പാലായുടെ വിവിധ ഭാഗങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ സാവിയോ കാവുകാട്ട്, ബൈജു കൊല്ലംപറമ്പിൽ, ആന്റോ പടിഞ്ഞാറേക്കര, ബോസൻ ബിനോ തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് ബോട്ടിൽ ബൂത്താണ്. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടാൻ മാത്രമുള്ള ബൂത്താണ്. അതല്ലാതെ ഇവിടെ മറ്റ് മാലിന്യങ്ങൾ ദയവായി ആരും ഇവിടെ നിക്ഷേപിക്കരുത്. ഇതിൻ്റെ അകത്തോ അല്ലെങ്കിൽ പരിസരത്തോ മറ്റ് മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കരുത് എന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി എല്ലാവരും ഒന്നിച്ചു പിടിച്ച് നമ്മുടെ പാലാ പട്ടണം ഒരു മാലിന്യമുക്ത പട്ടണമായി നമുക്ക് താമസിയാതെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധം. LDFന്റെ നിയോജക മണ്ഡലം ധർണ. കോട്ടയം ജില്ലയിൽ പ്രതിഷേധം ഉയർന്നത് 9 കേന്ദ്രങ്ങളിൽ. കോട്ടയത്ത് വൃദ്ധയുടെ മാല പൊട്ടിച്ചു കടന്ന പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി. പിടിയിലായത് കോട്ടയം സ്വദേശി അരുൺ ബാബു. കുത്തേറ്റ സിവിൽ പോലീസ് ഓഫീസർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. എലിക്കുളം പൊന്നൊഴുകും തോട് നവീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ. സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ പാലായിൽ പ്രവർത്തനം തുടങ്ങി. പദ്ധതി ആവിഷ്കരിച്ചത് കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി.